എന്തോ നാളുകളായി ഞാനും കാണുന്നു. ഏതാണ്ട് കുറ്റിച്ചെടികളെല്ലാം പറിച്ചു കൊണ്ടുവന്ന് കണ്ണി കണ്ട സ്ഥലത്തെല്ലാം കുഴിച്ചിടുകയാണ് മൂപ്പരുടെ ഹോബി. ഭ്രാന്ത് തന്നെ. ശരി തന്നെ, ഞാനും കാണാറുണ്ട് ഒരു മുഴുഭ്രാന്ത്. മരമൊരു വരം അത് തരും ഫലമിതും. മരമൊരു വരം അത് തരും ഫലഗുണം. മരമൊരു വരം ആ കാണുന്ന മൊട്ടക്കുന്നും ഈ കാണുന്ന താഴ്ന്ന പ്രദേശവുമാണ് നമ്മുടെ ഉന്നം. കുന്നിടിച്ച് കുഴിമൂടി എല്ലാം സമനിരപ്പാക്കുക, പിന്നെ അത് അളന്ന് ഭാഗിച്ച് വിൽക്കുക. ഈ കുന്നും കാടും കുഴിയും ഒക്കെ വെടുപ്പാക്കി ഒരു വലിയ നഗരമാക്കാം നമുക്കിവിടെ. അതെ അതെ, നമുക്കിവിടെ വലിയ നഗരമാക്കാം. എല്ലാം നാടിന്റെ വികസനത്തിന് എന്നൊരു തലവാചകവും ഇവിടെ എഴുതി വയ്ക്കുക. അതെ അതെ. കേവലം ഞങ്ങളെ കളിയാക്കുന്നോ? ഞാൻ പറഞ്ഞത് പരിഹാസമായി തോന്നിയത് എന്തുകൊണ്ടാണ്? 16 വഴി പാത വരണം, വൻ വ്യവസായങ്ങൾ വരണം, ബഹുനില കെട്ടിടങ്ങൾ ഉയരണം. ഇതൊക്കെയല്ലേ നിങ്ങളുടെ വികസന മന്ത്രങ്ങൾ? അത്തരത്തിലുള്ള സൗകര്യങ്ങൾ നാടിന് ആവശ്യമാണ്. മനുഷ്യന്റെ ജീവിത നിലവാരത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരേണ്ടതല്ലേ കാരണവരെ? മാറ്റങ്ങൾ അനിവാര്യമാണ്, അത് അത്യാവശ്യവുമാണ്. ആവശ്യത്തിനേ വേണ്ടതുള്ളൂ, ആവശ്യത്തിനു മാത്രം. ഈ പടുകിഴവനോട് എന്തിനു തർക്കം? നമ്മുടെ പദ്ധതികൾക്ക് തടസ്സങ്ങൾ വലുതുമുണ്ടെങ്കിൽ അതേക്കുറിച്ചല്ലേ നാം സംസാരിക്കേണ്ടത്. തീർച്ചയായും തീർച്ചയായും. പക്ഷേ കെട്ടിപ്പടുക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്, നശിപ്പിക്കുന്നതിന് ഒട്ടും ഉണ്ടാവാറില്ല യാതൊരു തടസ്സങ്ങളും. ഈ മരത്തണലിൽ വന്നപ്പോൾ എന്തൊരു ആശ്വാസം. എസിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതായിരിക്കണോ? നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ നിങ്ങൾക്കുള്ള സ്ഥലം. വൻ വികസന സാധ്യതയാണ് ഈ പ്രദേശത്തിനുള്ളത്. 4 ഒതുങ്ങും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എണ്ണം. എന്നാലും വീടിന് ഒത്തിരി വലിപ്പം വേണം, എങ്കിലേ ഒരു ഗമയുള്ളൂ. അഗതി മന്ദിരത്തിലാണ് സ്വന്തം മാതാപിതാക്കൾ എന്നതിലും ഉണ്ട് ഒരു ഗമ. അയാളെ കാര്യം കണ്ട വട്ടാണ് മുഴുപ്രാന്ത്. എന്നാലും നമ്മുടെ കുടുംബകാര്യങ്ങൾ എങ്ങനെ ഇയാൾ അറിഞ്ഞു? വീടിന് ചുറ്റും ടൈല് വിരിക്കണം, കാലിൽ ചെളിയാകാതിരിക്കാൻ. പിന്നെ ഈ പുല്ലും കുറ്റിച്ചെടികളും വരികയുമില്ല. അതെ അതെ, വീട് ഗംഭീരമാകുമ്പോൾ മുറ്റത്തിനും വേണ്ട ഒരു അഴക്. വീടിന്റെ പുറമേന്നുള്ള കാഴ്ചയ്ക്ക് ഈ മരം ഒരു തടസ്സമാകും. മരം മുറിച്ച് കളയണം. നിസ്സാരം, അത് കുറിച്ചാ. ഇവിടുള്ള ഒരു മരവും മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെല്ലാം ഞാൻ നട്ടു വളർത്തിയതാണ്. വട്ടം കളവാ, തന്റെ സമ്മതം ആർക്ക് വേണം? ഇത് പൊതു സ്ഥലമാണ്. ഞാൻ വലിയ തുക കൊടുത്ത് വാങ്ങുന്ന ഈ സ്ഥലം, അതിൽ വലിയ പണം ചിലവഴിച്ച് പണിയുന്ന 3 നില കെട്ടിടം, അതിന് തടസ്സമായി നിൽക്കുന്ന ഈ മരങ്ങൾ ഞാൻ മുറിച്ചു മാറ്റും. അഹങ്കാരികളായ മനുഷ്യ, ഈ ഭൂമി ആരുടേതുമല്ല. കുറച്ചു കാലം, വളരെ കുറച്ചു കാലം ശരിക്കേറാനൊരിടം, അത് മാത്രമേ നിനക്ക് സ്വന്തമായുണ്ടാവൂ. അത് കഴിഞ്ഞാൽ ഇവിടം വിട്ടു പോണം, പോയേ പറ്റൂ. പ്രകൃതി സ്നേഹികൾ എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ എണ്ണം ജീവിക്കൂല, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കൂല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കാനുള്ളതാണ്, അത് അനുഭവിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് മുമ്പേ, നിങ്ങൾക്ക് വളരെ വളരെ മുമ്പേ ഇവിടെ ജീവിക്കാൻ
എനിക്ക് വേണ്ടി ആയിരുന്നില്ല. എനിക്ക് വേണ്ടത് എന്റെ പൂർവികത എനിക്ക് തന്നു. പക്ഷേ നിങ്ങൾ കാരണവരെ, ഇന്നിന്റെ ആവശ്യങ്ങളല്ലേ നമ്മൾ നടത്തേണ്ടത്? നമുക്ക് വേണ്ടിയല്ലേ ദൈവം സർവം സൃഷ്ടിച്ചത്? സർവചരാചരങ്ങൾക്കും വേണ്ടിയാണ് ദൈവം പ്രപഞ്ചത്തെ ഒരുക്കിയത്. ഭൂമിയെ നമുക്ക് സമ്മാനമായി തന്നത്. പക്ഷേ സകലത്തിനെയും നേർവഴിക്ക് നടത്തേണ്ട മനുഷ്യൻ തന്നെ സർവനാശത്തിലേക്കുള്ള വഴി വെട്ടുന്നു. നാടലഞ്ഞു നടക്കുന്ന ഈ വിഡ്ഢിക്കാരണവരുടെ വേദാന്തം കേട്ടു നിൽക്കാനാണോ നാം ഇവിടെ വന്നത്? ലോകം വികസിക്കുകയാണ്. മനുഷ്യൻ ചന്ദ്രനിൽ ഇടം കണ്ടെത്താൻ നോക്കുന്നു. സൗരയൂഥത്തിനപ്പുറം ശാസ്ത്രം കടന്നുപോയി. നിങ്ങളുടെ തത്വങ്ങൾക്ക് പുല്ലുവില. വില കുറഞ്ഞ വേദാന്തങ്ങളും പ്രാകൃത തത്വചിന്തകളും കൊണ്ട് എവിടെ പോകുന്നു? പഴയ കാട്ടാള യുഗത്തിലേക്കോ? ഭ്രാന്ത്, ഭ്രാന്ത്, ഭ്രാന്ത് തന്നെ. ഭ്രാന്ത്, ഭ്രാന്ത്, ഭ്രാന്ത് തന്നെ, ഭ്രാന്ത്. നീ നിൽക്കുന്നിടം ചോർന്നു പോകുന്നത് അറിയില്ലെന്നുണ്ടോ? അതല്ല, തനിക്കായി മാത്രം സൂര്യൻ ഉദിക്കുകയും ചന്ദ്രൻ നിലാമഴ പൊഴിക്കുമെന്നാണോ ഇന്നലെ പോയവർ കരുതി വച്ചത്? നിങ്ങൾ കൊണ്ടു നടക്കുന്നു. അത് നിങ്ങൾക്ക് മാത്രമുള്ളതാവുന്നത് എങ്ങനെ? നാളെയുടെ മക്കൾക്കായി ഒരു കരുതൽ വേണ്ടേ? കരുണ വേണ്ടേ? കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുപോയ പാറകൾ നിമിഷാർദ്ധം കൊണ്ട് പാറക്കഷ്ണങ്ങളും പാറമണലുകളുമാവും. അഴിഞ്ഞുകൂടുന്ന പാറപ്പൊടികൾ ഒഴുകി കടലിലടി. കടൽ കര കയറും. മലയും മരങ്ങളും ഇല്ലാതാവും. ഭൂമി അമ്മയ്ക്ക് പൊള്ളുകയും വികലചിന്തകളാൽ വികസനമെന്ന് പേരിട്ട് നിങ്ങൾ കാണിക്കുന്ന കൊടും ക്രൂരത്തിൽ ഭൂമിയമ്മ പദവിട്ടാൽ ഒരുങ്ങിയാൽ ഓർക്കുക, സർവനാശം, സർവനാശം, സർവനാശം. വികസനം വേണ്ടെന്നല്ല, വേണ്ടതേ വേണ്ടു. എല്ലാവർക്കും കിടക്കാനില്ല. പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ അത് നമുക്ക് കഴിയണം. മാലിന്യമുക്ത ലോകം, കുറ്റമറ്റ ആതുര സേവനം, വയോധികരുടെ സുരക്ഷ. വികസന മന്ത്രധ്വനികളിൽ ആദ്യം മുഴങ്ങേണ്ടിയിരുന്നത് ഈ മുദ്രാവാക്യങ്ങളാണ്. മകളെ, എനിക്കായൊന്നും വേണ്ട. കുഞ്ഞു മകളെ, നാളെയുടെ തീർച്ചയായിട്ടും നിങ്ങളാണ്. അമ്മ എഴുതിയാണ് സ്വച്ഛസുന്ദരമായ ലോകം കെട്ടിപ്പടുക്കാൻ. വരിക, വരിക, വരിക.